20 വർഷങ്ങൾക്ക് ശേഷം അവൻ നാട്ടിലേക്ക് എത്തുകയാണ്. റഹീം 20 വർഷം 2006 അദ്ദേഹം ആദ്യമായി ഗൾഫ് കൺട്രികളിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന സമയത്തുണ്ടായ ഒരു ഇൻസിഡന്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്. ആ ഉമ്മന്റെ കാത്തിരിപ്പ്, ഈ വലിയ പെരുന്നാളിന് ആ ഉമ്മ കൊണ്ടാടാൻ പോകുന്നത് സ്വന്തം മകന്റെ കൂടെയാണെന്നുള്ളതാണ്. 34 കോടി രൂപ കേരളം പിരിച്ചങ്ങ് കൊടുത്തു എന്നുള്ളതാണ്. ഒരു ദയ കിട്ടാൻ വേണ്ടിയിട്ട്. കയ്യബദ്ധം എന്ന് പറഞ്ഞത് അപ്പത്തെ ഒരു ദേശത്തിന്റെ മുകളിലൊക്കെ സംഭവിച്ചു പോയതായിരിക്കാം. ആ ഒരു കയ്യബദ്ധത്തിന് കൊലക്കയറ് കാത്തുനിന്ന ഒരു വ്യക്തി ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. നിസ്സാര കാര്യമല്ല. എത്ര സന്തോഷത്തോടെ ഇവർ നടന്നു വരുന്നതൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ആനന്ദ കണ്ണീരാണ്. ജീവിതമാണ് തിരിച്ചു കിട്ടിയത്. 20 വർഷക്കാലം അയാൾ ജീവിച്ച ജീവിതം എന്താ, അതാണ് അയാൾക്കുള്ള ശിക്ഷ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. കയ്യബദ്ധമായാലും ഒരു ജീവന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഒരു അർഹത നമുക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം പറ്റിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹം തന്നെ പറയട്ടെ. പക്ഷെ ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. ഈ 20 വർഷക്കാലം എനിക്കിനി ഒരു ജീവിതമില്ല എന്ന് കരുതി ജീവിച്ച ആ ഒരു ജീവിതം ഉണ്ടല്ലോ, ഇത്ര പെയിൻഫുൾ ആയിരിക്കുന്നില്ല. ഇപ്പോൾ 34 കോടി രൂപക്ക് വരെ ബോച്ചയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബോച്ചയൊക്കെ വന്നിട്ടുണ്ട്. അയാളൊക്കെ വലിയ രീതിയിൽ വലിയൊരു എമൗണ്ട് റഹീമിന് വേണ്ടിയിട്ട് സഹായിച്ച വ്യക്തിയും കൂടിയാണ്. ഇവരൊക്കെ ഇപ്പോൾ ഒരു ജോലി കൊടുക്കാൻ വരെ ബോച്ച തയ്യാറാണ്. അതേപോലെ MA യൂസുഫ് അലി സാറ് ജോലി കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ടോട്ടലി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള സന്തോഷ ജീവിതം, കല്യാണം കഴിച്ചിട്ടില്ല, ഒരു കല്യാണം കഴിപ്പിക്കണം എന്ന് വരെ ബോച്ച പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ലൈഫ് വളരെ ഹാപ്പിയായി മാറട്ടെ. ഇത്രയും കാലം 20 വർഷം നരകതുല്യ ജീവിതം ജീവിച്ചില്ലേ, ഇനി അദ്ദേഹം ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് കേരളീയർ മുഴുവനുണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിച്ചതാണ്. ഇനിയും നമ്മൾ തെളിയിക്കും.